എൻ്റെ കുഞ്ഞ് ടെറസിൽ ചീര കൃഷിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ചാക്കിലും ചട്ടിയിലും കുട്ടയിലും പിന്നെ ഈ ഫ്രൂട്ട്സ് വരുന്ന ബോക്സിലും ഒക്കെയാണ് ഞാൻ ചീര നട്ടിട്ടുള്ളത്. അപ്പോൾ 2 തരം ചീരയാണ് ഞാൻ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒരു 4-5 ചുവട് കറിക്കെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പല പ്രായത്തിലാണ് ഈ ചീര ഇതിനകത്ത് നട്ടിട്ടുള്ളത്. ഈ 2 തരം ചീരയെന്ന് പറയുന്നത് ഒന്ന് വരൻ ചീരയും പിന്നെ ഒന്ന് പട്ടുചീരയുമാണ്. തിരുവനന്തപുരത്തുകാർ ഈ പട്ടുചീരയ്ക്ക് ബ്ലാത്താങ്കര ചീര എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 2 തരം ചീരയാകുമ്പോൾ ഒരു 4 തരം ചീര എൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ കാണുന്നത് 2 തരം ചീരയാണ്. അപ്പം ഞാൻ ഈ ചെറിയ ഗ്രോ ബാഗിൽ ഓരോരോ പ്രായത്തിൽ വിവിധ പ്രായത്തിലാണ്. അപ്പോൾ ഒരു ശകലം വിത്ത് ഒരു ഗ്രോ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വേറൊരു ഗ്രോ ബാഗിൽ വിത്തിടുന്നത്. അപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് എനിക്ക് ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതിനാണ് ഇങ്ങനെ പല പ്രായത്തിലായിട്ട് നട്ടു വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്ന് എടുക്കാവുന്ന പ്രായത്തിൽ ഇത് വളർന്നു വരും. അതുപോലെ തന്നെ എന്നും നമുക്ക് ചീര കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പല പ്രായത്തിൽ പല സമയങ്ങളിലായിട്ടാണ് ഈ ചീര നട്ടുവയ്ക്കുന്നത്. പിന്നെ മാർച്ച് മുതൽ ഏപ്രിൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ചീരയ്ക്ക് പറ്റിയൊരു കാലാവസ്ഥയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നട്ടുവെച്ച ചീരകളാണ് ഈ കണ്ടത് മുഴുവനും. അപ്പോൾ ഇന്നത്തെ കറിക്ക് ആവശ്യത്തിനൊരു 4-5 ചുവട് മതിയാവും. അതെടുത്താൽ നല്ലൊരു തോരനുണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ പറിക്കാൻ തോന്നത്തില്ല, അത്ര ഭംഗിയാണ്. നല്ല ചുവന്നിങ്ങനെ വെയിലത്തൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണത് കാണാൻ. അപ്പോൾ ഞാനത് 5 ചുവട് എടുത്തിട്ടുണ്ട്. അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇന്നത്തെ സൈഡ് കറിക്ക് ഇത് ധാരാളം മതിയാകും. പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുമ്പോൾ. എത്ര ചെറിയ സ്ഥലമുള്ളവരാണെങ്കിലും ഇതുപോലെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്രോ ബാഗുകളിൽ ഇതുപോലെ ഒരു 4-5 വിത്തിട്ടിട്ട് നമുക്ക് മതിലുമേലോ മുറ്റത്തിൻ്റെ സൈഡിലോ ഒക്കെ വെച്ച് ഇതുപോലെ വളർത്തിയെടുത്ത് നമുക്ക് ചീര എടുക്കാവുന്നതാണ്. ഇതിന് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് കടലപ്പിണ്ണാക്ക് കുതിർത്ത് അതിനകത്ത് ചാണക സ്ലറി ഒഴിച്ച് പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും കൂടിയാണ് ഇതിന് കൊടുക്കുന്നത്.